അപ്പോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1 മിനിറ്റ് 26 സെക്കൻഡ് സ്പെൻഡ് ചെയ്യാൻ ഉണ്ട് തയ്യാറാണെങ്കിൽ ഉണ്ട് ഉണ്ട്. കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി എന്നെക്കാളും കൂടുതൽ ഒരാൾ വന്ന് പുഷ് ചെയ്യുന്ന വിചാരിക്കണ്ട. ഞാനാണ് ഏറ്റവും നന്നായിട്ട് പുഷ് ചെയ്യുന്ന ആള്. ഇതിലും വലിയ സപ്പോർട്ട് നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഡെയിലി ഡയറ്റ് അയക്കുക. പിന്നെ സ്പെഷ്യലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ബാച്ചിനാണ് ഡയറ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഉം. ഓക്കെ, ഓഫ്ലൈനും അതുപോലെയായിരുന്നു. ആദ്യം ജോയിൻ ചെയ്ത ഒരു 100 പേർക്ക് അങ്ങനെ ഫ്രീ എന്നുള്ളൊരു ഓഫർ കൊടുത്തിരുന്നു. അത് പിന്നെ ഞാൻ 50 ആക്കി. കാരണം 100 എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഒരു വലിയ ഇതില്ല. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തരുന്ന ആദ്യത്തെ 25 പേർക്ക് മാത്രമേ കറക്റ്റായിട്ട് നോക്കുന്ന ആളുകൾക്ക് ഡയറ്റ് ഞാൻ ഫോളോ അപ്പ് ഡെയിലി കൊടുക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞോളൂ. ഉം. ഓക്കെ, അപ്പോൾ ഒരു കൺസൾട്ടേഷന് ഏറ്റവും മിനിമം 350 രൂപയാണ് ഉണ്ടാവുക സാധാരണ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 350 ഇൻറ്റു 2 മാസത്തേക്ക് എത്രയായി അല്ലേ? 24. നല്ലൊരു എമൗണ്ട് ആയി. അപ്പൊ അത്രയും എമൗണ്ടിനുള്ള ഒരു അറ്റൻഷനാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അത് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ വരുന്ന ഈ 2 മന്ത്സ് കഴിയുന്ന 2 മന്ത്സ് എന്ന് പറയണ്ട, ഞാൻ ഈ സൈസ് എക്സ് 24 എന്ന് പറയുന്നത് ആ 24 എടുത്ത് നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ. എത്ര 24 ഡേയ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കുറച്ച് ടൈമേ ഉള്ളൂ എന്നുള്ള ഫീൽ കൊണ്ട് കുറച്ചും കൂടി അറ്റൻഷൻ കൊടുക്കില്ലേ. യെസ്. ഓക്കെ, അപ്പം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടൈം ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റില്ലെങ്കിൽ 1.5 മിനിറ്റ് മതി. ജസ്റ്റ് റിമൈൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അപ്പോ വോയിസോ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും ടൈം കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവാ വരും കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, സുമി ഇന്നോട്ട് അയച്ചു തുടങ്ങണം കേട്ടോ. ഇന്ന് രാവിലത്തെ ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. ഇന്ന് ഇന്ന് ആരും എത്തിയില്ലേ? എന്റെ അറിയില്ല. ഓക്കെ, ആ, ഞാൻ ഉറങ്ങിപ്പോയി. എണീറ്റിട്ടുള്ളൂ. എണീറ്റുള്ളൂ. ഗുഡ് ഗേൾ. നമുക്ക് വർക്കൗട്ട് അല്ലേ? ജസ്റ്റ് ഒന്ന് ഓക്കെ. ഫസ്റ്റ് ഒന്ന് മാർച്ച് ചെയ്യാം, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഞാൻ ടൈമർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാന് മറ്റേ ചുമരുമ്പ കാല് കെട്ടിച്ചിട്ട് ചെയ്താ മതിയാ? അത് ശരി, മാർച്ച് ശരിക്കും ചെയ്യണം. ആ, കാലിന് നീരാ പറഞ്ഞേ. കാല് നീര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ കാലിന് നീരുണ്ടെങ്കിൽ വാമപ്പ് എല്ലാം ചുമരിലേക്ക് കയറ്റി വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ജസ്റ്റ് ക്യാമറ എടുത്ത് വെച്ചോ, ഇവിടെ എന്താ ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് കാല് പൊക്കി വെച്ചിട്ട് ചെയ്യാം. റെഡി. ജസ്റ്റ് മാർച്ച്. സൈഡ് പോവാ. 1 2 3 4. നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ. കൈ രണ്ട് സൈഡിലേക്ക്. Keep moving.
സർക്കിൾ. ജുമൈല കൈ സർക്കിൾ ചെയ്യും. ഓപ്പോസിറ്റ്. ഒരു കാല് മുമ്പിൽ വെക്കുക, പുറകിലേക്ക് സർക്കിൾ ചെയ്യുക. ഫുൾ ഹാൻഡ്. കൈന് ഫ്രണ്ടിൽ വെക്കാം. ഹീൽസ് അപ്പ്. Hands wide and closer. Keep moving. Now hands up. കൈയും കാലും ഒന്നിച്ച് ലിഫ്റ്റ് ചെയ്യും. കൈയും കാലും ഒന്നിച്ച് ലിഫ്റ്റ് ചെയ്യാം. ഹീൽസ് അപ്പ്. സുമി എണീറ്റുള്ളൂ കേട്ടോ. ഇടുപ്പ് റൊട്ടേഷൻ ചെയ്യാം. ഓപ്പോസിറ്റ്. അതിന്റെ മുട്ട് മെല്ലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യും. Keep moving. Angle. Change. ഫ്ലോറിലേക്ക് വരാം. ലയോണിയൻ ബാക്ക്. മെല്ലെ കാല് ഹിപ്സിന്റെ വിട്ടില് വലുതായിട്ട് വെക്കുക. എന്നിട്ട് മെല്ലെ ഹിപ്സ് റൈസ്. ബ്രീത്ത് ഔട്ട് ആൻഡ് ഡൗൺ. ഇതാണ് ബ്രിഡ്ജ് പൊസിഷൻ. ബ്രീത്ത് ഔട്ട് ആൻഡ് ഡൗൺ. ഹിപ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ചെയ്തോളൂ. മലർന്ന് കിടന്നിട്ട് ഇടുപ്പ് ലിഫ്റ്റ് ചെയ്യുക, താഴ്ത്തുക. ഇനി അതിന്റെ കൂടെ വലത് കാൽ ലിഫ്റ്റ് ചെയ്യൂ. വലത് കാൽ ലിഫ്റ്റ് ചെയ്യാം. സുമി കിടക്കുന്നവിടെ തീരെ വെളിച്ചം ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ക്യാമറ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചാൽ ഓക്കെ ആയിരിക്കും.
ജുമൈല നോക്കിക്കോളൂ. കാല് ഹിപ്സ് റൈസ് ചെയ്തു, കാല് ലിഫ്റ്റ് ചെയ്തു. ഇനി ഹിപ്സ് ഡൗൺ ചെയ്യാം, അപ്പ് ചെയ്യാം. കാല് താഴ്ത്തണ്ട, വലത് കാല് കേട്ടോ. രണ്ട് കാലും മടക്കി വെക്കാം. ഇനി കാല് നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ഹിപ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. കാല് നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ഹിപ്സ് അപ്പ് ആൻഡ് ഡൗൺ. അതന്നെ, വെരി ഗുഡ്. കൈ രണ്ടും താഴെ ചേർത്ത് വെക്കൂ. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. കാല് പൊക്കുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. ചേഞ്ച്. ഇടത് കാല് ആദ്യം ഹിപ്സ് റൈസ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ഹിപ്സ് അപ്പ്. Then left leg up and down. Up and down. Again, right leg same തന്നെ. Breathe out, hips up, right leg up. Right leg down ചെയ്യാം, up ചെയ്യാം. Down, breathe out, and up. Breathe in down, breathe out, and up. Second set, right leg. Change. Hips up, left leg. ഇടത് കാല് up and down ചെയ്യാം. Hips up and left leg. Again, hips up, right leg. Hips up ചെയ്യാ, right leg up and down ചെയ്യാ. Breathe out and lift. Third set. Same workout തന്നെ, മൂന്നാമത്തെ സെറ്റ് ആണ്. Right leg. Breathe out and lift. Keep moving. Change. ഇടത് കാല് സെയിം വർക്കൗട്ട് തന്നെ. ഹിപ്സ് റൈസ് ചെയ്യാ, ഇടത് കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇതാ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട്. ഒരു കാല് ടേബിൾ ടോപ്പ് ഇങ്ങനെ പൊക്കി വെക്കുക. മറ്റേ കാല് ഇടത് കാല് പൊക്കി വെക്കുക കേട്ടോ. വലത് കാല് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരാം. സ്ലോ ആയിട്ട് ഡൗൺ ചെയ്യാം. അബ്ഡമൻ ടൈറ്റ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ഡൗൺ.
Breathe out. Up. Breathe in. Down. ഇത് ഇടത് കാല് ലിഫ്റ്റ് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാതെയും ചെയ്യാം കേട്ടോ. താഴെ വെച്ചിട്ടും ചെയ്യാം. ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചേഞ്ച്. വലത് കാല് ടേബിൾ ടോപ്പ് വെക്കാം. ഇടത് കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. Keep moving. വലത് കാല് ടേബിൾ ടോപ്പ്, ഇടത് കാല് അപ്പ് ആൻഡ് ഡൗൺ. സെയിം തന്നെ സെക്കൻഡ് സെറ്റ് ചെയ്യാം. വലത് കാല് തന്നെ അപ്പ് ആൻഡ് ഡൗൺ, ഇടത് കാല് ടേബിൾ ടോപ്പ്. ബ്രീത്ത് ഔട്ട്. മെല്ലെ ചെയ്താൽ മതി, സ്പീഡ് വേണ്ട. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത്. സ്ലോ ആയിട്ട് ചെയ്യാം. Keep moving. 30 seconds ആണ് ടൈം കേട്ടോ. 40 seconds. സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ജുമേല എന്ത് പറ്റി ഇടയ്ക്കിടയ്ക്ക് സൈൻ ഔട്ട് ആവുണ്ടല്ലോ? മാഡം നെറ്റ് കണക്ഷൻ പോയതായിരുന്നു. ശരി. ചേഞ്ച്. ഇടത് കാല് ഓപ്പോസിറ്റ് സൈഡ്. രണ്ടാമത്തെ സെറ്റ്. കാല് പൊക്കുന്ന സമയത്ത് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാം. കാല് പൊക്കുന്ന സമയത്ത് സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം. കാൽമുട്ട് മടക്കാതെ പൊക്കൂ സുമി. മുട്ട് മടക്കാതെ ലിഫ്റ്റ് ചെയ്യും. ചേഞ്ച്. വലത് കാൽ ടേബിൾ ടോപ്പ് വെക്കുക. ലാസ്റ്റ് സെറ്റ്. ഇടത് കാല അപ്പ് ആൻഡ് ഡൗൺ. ജുമൈലിനെ കാണുന്നില്ല. വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ലാൻഡ്സ്കേപ്പ് പോലെ കാണാൻ കംഫർട്ട് ഉണ്ടാകും. ഫ്ലോറിൽ വെച്ചാലും മതി. ഇനി രണ്ട് കാലും ബെൻഡ് ചെയ്യാം. ബോത്ത് ലെഗ്സ് ബെൻഡ്, സ്ട്രെച്ച് അപ്പ് ആൻഡ് ഡൗൺ. ബ്രീത്ത് ഇൻ, അപ്പ്, ഡൗൺ. സുമയ്യ ബാക്ക് പെയിൻ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല ഇല്ല, വയറിന്റെ ഉള്ളിൽ ചെറിയൊരു വേദന ഉള്ളു. എന്നാ ശരി. കുറച്ചൊന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുമെങ്കിൽ കിടക്കും ജിമൈല. സെക്കൻഡ് സെറ്റ് സെയിം തന്നെ. ബെൻഡ്, സ്ട്രെച്ച് അപ്പ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാല് പിന്നെ മടക്കുക. ബ്രീത്ത് ഇൻ, കാല് നിവർത്തുക. ബ്രീത്ത് ഔട്ട് ആൻഡ് ബെൻഡ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സ്ട്രെച്ച് അപ്പ്, breathe out, down, breathe out. തേർഡ് സെറ്റ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മൂന്നാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ബെൻഡ്,
കാല് മുകളിലേക്ക് നിവർത്തുമ്പോൾ ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ട് കാലും താഴേക്ക് കൊണ്ടുവരാം. റെഡി സുമി? ബ്രീത്ത് ഇൻ, ലെഗ് അപ്പ്, ബ്രീത്ത് ഔട്ട്. കാല് താഴേക്ക് കൊടുത്തിട്ട് മടക്കുക. ബ്രീത്ത് ഇൻ, leg up, breathe out, bring your both legs down and bend. Keep moving. കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ മടക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി സൈഡിലേക്ക് ചെരിഞ്ഞടക്കൂ. കാല് രണ്ടും ഇങ്ങനെ ക്ലോസർ ആക്കി വെച്ചിട്ട് ഓപ്പൺ ആക്കി വെക്കുക കേട്ടോ. അതിൽ നിന്ന് ഫ്ലോർ ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. കാലുകൾ മടക്കുക, ഓപ്പൺ ചെയ്യാം. Abdomen tight. Breathe out. Close. ശ്വാസം പുറത്തേക്ക് വിടൂ. Close. Breathe out. Close. Breathe out. Close. Breathe out. Change. Other side. ചെരിഞ്ഞെടുക്കുക. കാൽ രണ്ടും ബട്ടർഫ്ലൈ പോലെ ഓപ്പൺ ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യുക ഫ്ലോറിൽ. ക്ലോസ്, ഓപ്പൺ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ഔട്ട്. താഴെയുള്ള കാല് പൊക്കി വെക്കും കേട്ടോ. ഔട്ട്, out. Change. റൈറ്റ് സൈഡിലേക്ക് കിടക്കുക. കാല് ഫ്ലോറിന്ന് പൊക്കി വെക്കണം. then ബട്ടർഫ്ലൈ. കാല് ഓപ്പൺ ചെയ്യുമ്പോ ബ്രീത്ത് ഔട്ട്. ക്ലോസ് ചെയ്യുമ്പോ ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. Keep moving. Change. മൂന്നാമത്തെ സെറ്റ്. കാല് ബട്ടർഫ്ലൈ പോലെ വെക്കുക. ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോ ബ്രീത്ത് ഔട്ട്. ക്ലോസ് ചെയ്യുമ്പോ ബ്രീത്ത് ഇൻ ചെയ്യാം. സ്ലോ ആയിട്ട് ചെയ്യുക. ഓപ്പൺ, ബ്രീത്ത് ഔട്ട്, ക്ലോസ്, ബ്രീത്ത് ഇൻ. ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും കാല് മുകളിൽ തന്നെ കേട്ടോ. തറയിലേക്ക് കൊണ്ടുവരണ്ട, മുകളിൽ തന്നെ ചെയ്യാം. Change. Other side, third set, left. മൂന്നാമത്തെ സെറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. റെഡി? സ്ലോ ആയിട്ട് ചെയ്യൂ സുമി. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കാല് ഓപ്പൺ ചെയ്യുമ്പോ ശ്വാസം പുറത്തേക്ക് വിടുക. കാല് ക്ലോസ് ചെയ്യുമ്പോ ശ്വാസം എടുക്കും. മെല്ലെ ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ഇരിക്കും. കൈ ബാക്കിലേക്ക് വെച്ചിരിക്കുക. ഇരുന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു കാല് പുറത്തേക്ക് ഇരിക്കുക. ഡൗൺ ചെയ്യാം. then breathe out, other leg, down. Breathe out, up, opposite, down. Breathe out, ഇടത് കാല് വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്യും. down. Hips up, breathe out, down. Breathe out,
ഓപ്പോസിറ്റ് ലെഗ് ഡൗൺ. ഇത് ടയേർഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കാല് പൊക്കണ്ട, ഹിപ്സ് മാത്രം ഡൗൺ. സെക്കൻഡ് സെറ്റ്. വെരി ഗുഡ് ജുമൈല. കീപ് മൂവിങ്. സുമി ഹിപ്സ് കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്യൂ. ഹിപ്സ് അപ്പ് and down. Keep moving. Keep moving. Third set. കൈ വേദനിക്കുന്നുണ്ടോ? കൈ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് ചെയ്തു. Breathe out, cross. Breathe out and cross. Hands on your head. Right to the left, left to the right. വലത്തേ കാൽമുട്ട് ഇടത്തേ കാൽമുട്ട് തൊടാൻ നോക്കുക. Then opposite. ആ കൈമുട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടാം. തിരിച്ചു വരുമ്പോ ശ്വാസം എടുക്കുക. ഓക്കെ, ഓരോ കാല് മാറി മാറി ചെയ്യും. ഒരു കാല് ചെയ്യുമ്പോൾ മറ്റേ കാല് നീട്ടി വെക്കുക. Breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. Relax. Second set, ready? Hands on your head. Breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. നെഞ്ചാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. താടി നെഞ്ചിൽ മുട്ടാൻ പാടില്ല കേട്ടോ. ചെയ്യുമ്പോ കഴുത്ത് വേദന വരും. നിങ്ങളുടെ താടി നെഞ്ചിൽ മുട്ടിക്കാതെ ചെയ്യാം. താടി നെഞ്ചിൽ മുട്ടിക്കൊണ്ട് ചെയ്താൽ കഴുത്ത് വേദന വരും കേട്ടോ. ചിൻ അപ്പ്. ഉമ്മയിലെ ജീൻസ് ആണ് ഇട്ടിരിക്കണേ. നോർമൽ പാൻസ് അല്ലെങ്കിൽ ജീൻസ് ഇടരുത് കേട്ടോ. നോർമലാണ്. നോർമൽ. തേർഡ് സെറ്റ്. തേർഡ് സെറ്റ് ചെയ്യാം. കഴുത്ത് വേദന ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. നെഞ്ചാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. നെഞ്ചിന്റെ കൂടെ തല വരുന്നുള്ളൂ. താടി നെഞ്ചിൽ മുട്ടാൻ പാടില്ല. താടിയില് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലേ, ആ ഒരു ഗ്യാപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം. Breathe out. Keep moving. ഓക്കെ, ഇനി എഴുന്നേറ്റ് നിൽക്കൂ. കാല് വൈഡാക്കി വെക്കുക. Breathe in, breathe out and down. Breathe in, breathe out, down. ചെറുതായിട്ട് ശ്വാസം എടുക്കുക. ആർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. റെഡി? Breathe in, breathe out, arch and down. Breathe in, breathe out, arch, opposite side and down. Very good. Ready? Breathe in, arch, down, breathe in, opposite. Keep moving.
arch. Breathe in. Breathe out. Arch. Third set. ഫോട്ടോ എടുത്ത് വെക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. മതി. കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ. കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യുക, മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം എടുത്തുവിടുക. Sideways. Change. ബാക്കിലേക്ക്, ഇടുപ്പിൽ കൈവച്ച് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യൂ. ഒരു കാല് മടക്കാം, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. സ്റ്റേ ചെയ്ത് ചുമരിൽ വേണമെങ്കിൽ കൈ വെച്ചോളൂ കേട്ടോ. ബാലൻസ് ചെയ്യാൻ ചുമരിൽ വേണമെങ്കിൽ ബാലൻസ് ചെയ്യാൻ കൈ വെക്കാം. സ്ട്രെച്ച് ആവാന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. Change. Other side. Okay. Come down. ഒന്നുകൂടെ ഇടുപ്പിൽ കൈ വെച്ച് ബാക്കിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യൂ. 1. Bend back. Relax. സുമയ്യ, ഞാൻ ഇന്നലെ പറഞ്ഞ പ്രാക്ടീസ് ചെയ്തിരുന്നോ? എഴുതാൻ പറഞ്ഞത് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ചെയ്ത് എഴുതി. ഓക്കെ. ജുമൈല, ഒരു ബുക്കും പേനയും മാറ്റി വെക്കാൻ പറഞ്ഞു. മാറ്റി വെച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങളുടെ ശരീരത്തില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 10 കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള 10 കാര്യങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഡൺ
അല്ലെങ്കിൽ എഴുതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വിടണം കേട്ടോ. ഇപ്പൊ തന്നെ ചെയ്തോളൂ. 10 കാര്യങ്ങൾ എഴുതുക, അതിനൊക്കെ താങ്ക് യു പറയാം. അതിന്റെ റീസണും എഴുതണേ. 10 കാര്യങ്ങള്, അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ കണ്ണിനോട് എന്തുകൊണ്ട് കണ്ണ് എനിക്ക് ഇഷ്ടമാണ്, അതിന് എത്ര വാല്യൂ ഉണ്ട്, ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് 10 കാര്യങ്ങൾ എഴുതിയിട്ട് ഇപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ ഡയറ്റ് എന്താന്നുള്ളത് മെസ്സേജ് അയച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ സമയം 6:13 ആണ്. 6:30 ആവുമ്പോഴത്തേക്കും ഫിനിഷ് ചെയ്തിട്ട് അയക്കാം. ബൈ. താങ്ക് യു.